മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി വയനാട്ടിൽ 188.62 ഹെക്ടർ സ്ഥലത്താണ് മത്സ്യകൃഷി നടത്തിയത്. ഇതിനായി ഫിഷ് ഫാർമർ ഡെവലപ്മെന്റ് ഏജൻസി 13 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു. 3144 കർഷകരാണ് ഈ വർഷം ജില്ലയിൽ മത്സ്യകൃഷി നടത്തിയത്. 17,77,730 മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25% ഇത്തവണ ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായി. പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ മത്സ്യത്തിന്റെ വിളവെടുപ്പ് നടത്തി. സാധാരണഗതിയിൽ മാർച്ച് മാസം മുതൽ വിളവെടുപ്പ് തുടങ്ങും. ഇത്തവണ ട്രോളിംഗ് നിരോധനം മുന്നിൽ കണ്ട് കുറേ കർഷകർ വിളവെടുപ്പ് മഴക്കാലത്തേക്ക് മാറ്റി. സാധാരണ സമയങ്ങളിൽ കിലോയ്ക്ക് 200 മുതൽ 300 രൂപ വരെയാണ് പരമാവധി ലഭിക്കുക. എന്നാൽ ട്രോളിംഗ് നിരോധന സമയത്ത് 350 മുതൽ 400 രൂപ വരെ ലഭിക്കും. സത്യത്തിൽ വിഷമയം ഇല്ലാത്ത മീനൊക്കെ കിട്ടലുകളുടെ ചുരുക്കമാണ്. അതുകൊണ്ട് നമ്മൾ പിടിച്ചിട്ട് അനുബന്ധ കുളങ്ങളിൽ നഴ്സറി കുളങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൃഷിക്കാരുടെ ആവശ്യാർത്ഥം നമ്മുടെ വില പറഞ്ഞതനുസരിച്ച് വില കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. കട്ല, റൂഹു, മൃഗല, ഗ്രാസ് കാർപ്പ്, സൈപ്രിനസ്, നട്ടർ തുടങ്ങിയ ഇനങ്ങളാണ് വയനാട്ടിൽ കാര്യമായി വളർത്തുന്നത്. അടുത്ത വർഷത്തിൽ മത്സ്യകൃഷി നടത്താൻ 3800 കർഷകർ അപേക്ഷ നൽകിയിട്ടുണ്ട്. മീഡിയ 1 വയനാട്.